പ്രണയം എപ്പോഴും സുഖമുള്ളൊരു അനുഭവമാണ് അല്ലേ? പ്രണയം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉറക്കമില്ലാത്ത സുഖമുള്ള രാത്രികൾ സമ്മാനിക്കുന്നതാണ് അല്ലേ? ആകാശത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും നക്ഷത്രങ്ങളായിരിക്കും. പൂക്കളൊക്കെ എപ്പോഴും പൂത്തുലഞ്ഞേ നിൽക്കുള്ളൂ അല്ലേ? വാടിക്കരിഞ്ഞ ഒരു പൂ പോലും പ്രണയത്തിൽ ഉണ്ടാവില്ല. പ്രണയം അത്രയും മനോഹരമാണ്. പിന്നെ പ്രണയ വിവാഹം എന്ന് പറയുമ്പോഴോ അതിലും സുഖമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയാന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു സംഭവമാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് കേട്ടോ. ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്ന പൂക്കളും നക്ഷത്രങ്ങളൊക്കെ അല്ലാത്ത വേറൊരു ലോകമുണ്ട്. അത് കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസ കാലാവധി കഴിയുമ്പോൾ വിരിഞ്ഞ പൂക്കളൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് വാടുട്ടോ. നക്ഷത്രങ്ങളുടെ വെട്ടൊക്കെ ഒന്ന് കുറയും. ചിലർക്ക് 6 മാസമല്ല കേട്ടോ, ചിലർക്ക് ജീവിതത്തിൽ ഒരു 5 വർഷ കാലാവധി കഴിയണം ശരിയായ ജീവിതത്തിൻ്റെ ഒരു പിക്ചറിലേക്ക് കിടക്കാൻ. അവിടെ അന്താളിപ്പും വിരഹവും വേദനയും ഒക്കെ കടന്നു വരും. അപ്പം നമ്മൾ എപ്പോഴും ഒരു പ്രിക്കോഷൻ പ്രണയത്തിൽ നമ്മൾ എടുക്കാനുണ്ട്. പ്രണയത്തിനും യോഗ്യതകളുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ. പ്രണയത്തിനും ചില യോഗ്യതകളുണ്ട്. പ്രണയിക്കാനും യോഗ്യതകളുണ്ട്. അതിനും വിദ്യാഭ്യാസം വേണം, നല്ല ജോലി വേണം, മനക്കരുത്ത് വേണം, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ പ്രണയവിവാഹമൊക്കെ പൂത്തുലയും തളിർക്കും നക്ഷത്രങ്ങളൊക്കെ വെട്ടി തിളങ്ങൊക്കെയുള്ളൂ. അയ്യപ്പൻ്റെ കവിതകൾ കേട്ടിട്ടുണ്ടോ? ചില വരികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇരുന്ന് പോകും കേട്ടോ. ഞാനൊരു 2 വരി പറയാമെന്ന് പറഞ്ഞത് വേറൊന്നുണ്ടല്ല. അയ്യപ്പൻ്റെ കവിതയൊക്കെ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ട് ചൊല്ലണം. ഞാൻ ആ തരത്തിലൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്ളോഗൊന്നും കേൾക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു 2 വരി പറയാം. നിന്നോളം ഒരു നിഴലും എന്നെ അലട്ടിയിട്ടില്ല, നിന്നോളം ഒരു വസന്തവും എന്നിൽ വേറിട്ടിട്ടുമില്ല, നിനക്കു പകരമാവാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് പ്രണയം. രസാലേ? അങ്ങോട്ട് പരസ്പരം 2 മെസ്സേജൊക്കെ വിട്ടാണ്ടല്ല. പ്രണയിക്കുന്നവർ തമ്മിൽ അങ്ങോട്ട് അടുക്കും. വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. ഇനി കെട്ടിയിട്ടേ നിർത്തൂ എന്നുള്ളൊരു ഒരു തീരുമാനത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും. അത്രയും ദൃഢമാണ് അയ്യപ്പൻ്റെയൊക്കെ ചില കവിതകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രണയവിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള എല്ലാ കവിതാക്കളും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിരിക്കണം, നിർബന്ധമായും കണ്ടിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രണയവിവാഹം അറേഞ്ച് മാരേജ് പോലെ തന്നെ എടുത്തു ചാടി കല്യാണം കഴിക്കേണ്ട ഒരു സംഭവമല്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് എത്ര വലിയ പ്രണയമാണെങ്കിലും അത് ഇന്ന സിറ്റുവേഷനിലേക്ക് അത് എത്തുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മുൻകൂട്ടി കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളവിടെ തോൽവിയാണ്. നിങ്ങൾ പെട്ടുപോകുന്നൊരു ദിവസം നിങ്ങളുടെ മുന്നിലുണ്ടാവും. നമ്മളൊരു സാധാരണ ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോയി പ്രണയം മാത്രമായിട്ട് ജീവിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് പറ്റില്ല. വിവാഹം എന്ന് പറയുന്നത് തന്നെ ഉണ്ടല്ലോ, ഒരു പുരുഷനെ സംബന്ധിച്ചോ ഒരു സ്ത്രീയെ സംബന്ധിച്ചോ ജീവിതത്തിലേക്ക് എടുക്കുന്ന വലിയൊരു റിസ്ക്കാണ്. അത് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ മുന്നേറേണ്ട ഒരുപാട് കടമ്പകളുണ്ട്. നമ്മൾ ഈ പ്രണയിക്കുന്ന പോലെയല്ല ജീവിതം എന്ന് പറയുന്നത്. സിനിമയല്ല ജീവിതം. നിങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും സാമ്പത്തികത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുന്നോട്ട് ഉയർന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് വരുമാനം വേണം. ഈ വരുമാനം വേണ്ട വിധത്തിൽ ഇല്ലാത്ത പക്ഷം അവിടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കയറി വരും. ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അന്താളിച്ച് 2 പേര് നിൽക്കും. അവിടെ പ്രണയം നഷ്ടപ്പെടും, പ്രശ്നങ്ങൾ പൊന്തി വരും. അപ്പോൾ വിരഹം വരും, വേദന വരും, ചിലപ്പോൾ പിരിഞ്ഞു എന്ന് വരും. ഇപ്പം കേരളത്തിൽ പ്രണയവിവാഹത്തിൽ 50% ആൾക്കാരും വിവാഹമോചനം നേടി മുന്നോട്ട് പോകുന്ന കാലമാണ്. പലരും അതിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് തക്കതായ കാരണമുണ്ട് കേട്ടോ. പലപ്പോഴും പണ്ടത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം മുന്നേ വരെ പ്രണയം തലയ്ക്ക് പിടിച്ച് മുന്നോട്ടും പിന്നോട്ടും ഒന്നും ചിന്തിക്കാതെ ചാടിപ്പോയി വിവാഹം കഴിച്ചങ്ങോട്ട് ജീവിച്ച് കഴിയുമ്പോഴാണ് എന്തെങ്കിലും റീസൺ ആയിക്കോട്ടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പുരുഷന് ഒരു ഘട്ടം വരെ
അവൻ ജീവിക്കും, എങ്ങനെയും ജീവിക്കും. പെണ്ണിനും ജീവിക്കാം. പക്ഷേ അവൾക്ക് ജീവിക്കണമെങ്കിൽ തക്കതായ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഒരു ജോലിയും കയ്യിലുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുള്ളൊരു ത്രാണി ആ കുട്ടിക്കുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം. അല്ലാത്ത പക്ഷം ആ കുട്ടി എന്തു ചെയ്യും? രണ്ട് വഴിക്ക് പിരിയുന്ന ഒരു റോഡരികിൽ ആ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നുള്ളൊരു ആശങ്കയിലായിരിക്കും മനസ്സ്. വിഷമകരമായിട്ടൊരു ഘട്ടമാണ് കേട്ടോ. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. പ്രണയം എപ്പോഴും ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ കല്യാണം കഴിഞ്ഞൊരു 6 മാസ കാലഘട്ടം അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് ഒരു 5 വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഞാൻ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു, ജീവിതത്തിൽ സാധാരണ കുറച്ച് ചിലവുകളായിട്ട് നിങ്ങൾക്ക് തട്ടിമുട്ടി പോവാം. ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കുട്ടികളുണ്ടാവാം, കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് വരും. പിന്നെ ഇത് മാത്രമേ ജീവിതമാവില്ല, ഒരു വീട് വെക്കണം. ഇതൊക്കെ വെക്കണമെങ്കിൽ ഈ 2 പേരും തമ്മിൽ സാമ്പത്തികമായിട്ട് അവർക്ക് എന്തുണ്ടോ അത് വെച്ച് അവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഇതിൽ 90% ആളുകൾക്കും ഒരുവിധ സപ്പോർട്ടും നാട്ടുകാരുടെ സൈഡിൽ നിന്നോ കുടുംബക്കാരുടെ സൈഡിൽ നിന്നോ ആരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതൊരു സത്യമാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന സംഗതി എന്താണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്ക് വന്നു ചേരുന്ന എന്തെങ്കിലും സ്വത്തുവകകൾ നമുക്ക് കിട്ടും. ഒരു വീട് വയ്ക്കുമ്പോഴെങ്കിലും സ്ഥലമായിട്ടോ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു സ്വത്തായിട്ടോ നമുക്ക് കിട്ടും. അത് വിറ്റിട്ടായാലും നമുക്കിവിടെ ഒരു തൽക്കാലം മേക്ക് ചെയ്യാനുള്ളൊരു സോഴ്സ് അവിടെ ഉണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചാൻസും നിങ്ങൾക്ക് മുന്നിലില്ല. നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് സംസാരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാകും. ഇത് ആരോട് പറയും? ഇത് പറഞ്ഞാൽ അവരുടെ മറുപടി എന്തായിരിക്കും? പൊതുവായിട്ടുള്ള ഒരു ഉത്തരവേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കണ്ടെത്തിയതാണ്, ഇത് ഞങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നമല്ല, നിങ്ങൾ തീരുമാനിക്കാൻ പറയും. അല്ലാത്തൊരു വിവാഹമാണെങ്കിൽ ഇവരെല്ലാവരും ഉണ്ടാവും. ഏത് സ്റ്റേഷനിൽ പോകാനോ ഏത് കോടതി പോകാനോ അല്ലെങ്കിൽ ഈ വേർപിരിഞ്ഞ ആളുകളെ തമ്മിൽ മറ്റൊരു വിവാഹം കഴിപ്പിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ ഈ കുടുംബക്കാരൊക്കെ ഉണ്ടാവും. പ്രണയവിവാഹത്തിൽ ഇതൊന്നുമില്ല കേട്ടോ. എല്ലാം അവിടെ നഷ്ടമാണ്. നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു ജോലി നേടിയിട്ട് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ളൊരു കെൽപ്പ് ആ കുട്ടിക്കുണ്ടാവും, അല്ലെങ്കിൽ മനക്കരുത്തുണ്ടാവും. ആ കുട്ടിക്ക് വേണമെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കാം, ഡൈവേഴ്സ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് തനിക്കുണ്ടായ കുട്ടികളെ നോക്കാൻ വരെ ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു പ്രണയവിവാഹം അല്ലെ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാനൊരു നല്ല ഘട്ടത്തിലെത്തിയിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടേ വിവാഹം കഴിക്കൂ, അത് നിങ്ങളെ സ്നേഹിക്കുന്ന ആളോട് പറയാനുള്ളൊരു കരുത്ത് നിൽക്കുന്നുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ. ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ. എൻ്റെ കുടുംബത്തിൽ ഇപ്പം അടുത്തൊരു വിവാഹം നടന്നു. ആ ഒരു പെൺകുട്ടി കേട്ടോ, നല്ലൊരു ജോലി ദുബായിലുണ്ട്. അവിടെ ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങിയ കുട്ടി സെറ്റിലായി. പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് അച്ഛനമ്മോടും പറയുന്നുണ്ട്, ഞാനൊരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്, എനിക്ക് അവനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആ പയ്യനൊരു മെഡിക്കൽ റെപ്പാണ് കേട്ടോ. അതുകൊണ്ട് എന്താ വിഷയം? ഒരു പ്രോബ്ലമില്ല. വീട്ടുകാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സാഹചര്യമാണ് അവിടെ മുന്നിൽ കാണുന്നത്. അവിടെ എതിർപ്പുകളൊന്നുമില്ല. കാരണം ആ കല്യാണം നടത്തുന്നത് ആ പെൺകുട്ടി തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻ്റാണത്. എന്തിനാണ് എതിർക്കുന്നത്? ആ കുട്ടി സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് പിഴവ് പറ്റിയാലും സ്വന്തം കാലിൽ മുന്നേറാൻ ആ കുട്ടിക്ക് പറ്റും. എന്തിന്? ആ കല്യാണത്തിന് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഓരോ മാല വരെ സമ്മാനിച്ചിട്ടാണ് ആ കുട്ടി കല്യാണം കഴിക്കുന്നത്. കല്യാണ ചെലവും വസ്ത്രങ്ങളും സ്വർണ്ണമൊക്കെ ആ കുട്ടി തന്നെയാണ് വാങ്ങുന്നത്. കല്യാണം നടത്തുന്നത് ആ കുട്ടിയാണ്. ഗംഭീരമായിട്ടാണ് കല്യാണം നടത്തിയത്. ആ കുട്ടി കല്യാണം കഴിച്ചത് തൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു സുഹൃത്തിനെ കേട്ടോ. വളരെ അടുത്തറിയുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു എത്രത്തോളം സക്സസ് ആണെന്ന്. നിങ്ങൾ കഴിക്കുന്ന വിഭവത്തിന് ഇതെന്നെ മാനദണ്ഡം എന്നല്ല. ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ട് അത്രയും കെൽപ്പുള്ളൊരു പയ്യനായിരിക്കണം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിരിക്കണം. ഏതെങ്കിലും 2 സൈഡിൽ ആരെങ്കിലും ഒരാൾ അത്രയും കെൽപ്പുള്ള ഒരാളായിരിക്കണം. എവിടെയെങ്കിലും വീഴ്ച വരുമ്പോൾ കൈത്താങ്ങായി കൈ പിടിച്ച് ഉയർത്താൻ പറ്റുന്ന ഒരാളായിരിക്കണം കൂടെ ഉള്ളത്. അത് ആണായാലും പെണ്ണായാലും. ഇപ്പം ഇങ്ങനെ ആണ് പെണ്ണെന്നൊന്നുമില്ല. പല പെൺകുട്ടികളും ഇപ്പോൾ തമാശ രൂപേണ പലതും വരുന്നുണ്ട്. എനിക്ക് ഭർത്താവ് മാത്രമേ, ഭർത്താവ് ജോലിക്ക് പോകണമെന്ന് ഒരു നിർബന്ധമില്ല, വീട്ടിലിരുന്നാൽ മതി. എന്താ ഞാൻ പെണ്ണായി എനിക്കൊരു പുരുഷനെ നോക്കിക്കൂടെ? പുരുഷന് മാത്രമേ ആണുങ്ങളെ നോക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇങ്ങനത്തെ ചിന്താഗതിയിലേക്കൊക്കെ കാലഘട്ടം മാറി. അത് പറയുന്നത് ശക്തമായ പെണ്ണുങ്ങളാട്ടോ. ശക്തമായ പെണ്ണുങ്ങളെന്ന് പറയാൻ കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ജോലി ഉണ്ട്, അവർക്ക് പറയാം. സ്വന്തമായിട്ടൊരു ജോലി നേടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം.
ആ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ജീവിതം എന്തെങ്കിലും പ്രശ്നം തോന്നിക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന് വിട്ടിട്ട് പോരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് വേറൊരു ജീവിതം നിങ്ങൾക്ക് കണ്ടെത്താം. ഒരു തെറ്റുമില്ല. 1 2 കെട്ടുന്നു എന്ന് ഇപ്പോഴത്തെ കാലത്തൊരു വിഷയമുള്ള കാര്യമല്ല. സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അതാണ് ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞാനീ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പേഴ്സിൽ നിന്ന് എത്ര പൈസ പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഒരു ജീവിതത്തിൽ മുന്നേറാൻ എത്രത്തോളം പൈസ നമുക്ക് വേണം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലൊരു ജീവിതം മുന്നോട്ട് പോവുക, ഹാപ്പിയായിട്ട് പോവുക. ലവ് മാരേജ് നല്ലതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റേതായ രീതിയിൽ നിങ്ങളൊരു തലത്തിലെത്തിയിട്ട് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അത് എപ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് നോ എന്ന് പറയാനുള്ളൊരു കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവും ചില കാര്യങ്ങളോട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് എത്ര വലിയ പ്രണയമായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഘട്ടമായിട്ടാണെങ്കിലും നിങ്ങളവിടെ ധൈര്യമായിട്ട് നോ പറയണം. എന്നിട്ട് യെസ് പറയാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തി അയാളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഇന്നേക്കിന്ന് കഴിയുന്നൊരു സംഭവമല്ല. ഒരു ദീർഘകാലം നന്നായി ജീവിച്ച് മരിക്കേണ്ട ആൾക്കാരാണ്. കാരണം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വിഷമിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ സന്തോഷകരമായിട്ട് എല്ലാവരും ജീവിക്കുക. ഇനി നിങ്ങളോട് ഒരു രഹസ്യം കൂടി പറയാം. എൻ്റെയും ഒരു പ്രണയവിവാഹം കേട്ടോ. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു. ഞാനും ഭയങ്കര വിഷമഘട്ടത്തിലൊക്കെ ജീവിതത്തിൽ മുന്നേറിയ ആൾക്കാർ തന്നെയാണ്. പക്ഷേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് രണ്ടുപേരും കൂടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് വലിയ വിഷയമില്ലാതെ ഇതുവരെ പോയിട്ടുണ്ട്. ഇന്നും സന്തോഷകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിഷയങ്ങളൊന്നുമില്ല. തട്ടിമുട്ടും എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. അത് ആ സമയം കഴിഞ്ഞാൽ നമ്മൾ മറന്നേക്കണം. ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു.